ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി രാവിലെ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടായിരുന്നു ഓപ്പൺ ആയത്. അതിനുശേഷം 9127 എന്ന് പറഞ്ഞ ഹൈലോട്ട് പോയിട്ട് പിന്നെ 8407 എന്ന് പറഞ്ഞ ലോ പോയിൻ്റ് വരെ നിഫ്റ്റി ടച്ച് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ പോലെ വന്നിട്ട് നിഫ്റ്റി 8541 ഇന്ന് നിഫ്റ്റി ക്ലോസ് ആയത്. അതായത് 8500 എന്ന് പറഞ്ഞാൽ ആ ഒരു നിഫ്റ്റിയുടെ ലെവലിൽ ഇന്ന് ബ്രേക്കായി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ളൊരു സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് സോണൊക്കെ നോക്കുന്നതിൽ വലിയൊരു മെച്ചമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ആ ഒരു ന്യൂസിന് മാത്രമാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ലെവൽ, സപ്പോർട്ട് ലെവൽ, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ഈ ഒരു സമയത്ത് നമുക്ക് വലിയൊരു ഉപകാരം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അതേപോലെ നോക്കുകയാണെങ്കിൽ രാവിലെ SGX നിഫ്റ്റി ഒരു പോസിറ്റീവായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ അത് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത് എല്ലാ മാർക്കറ്റിലും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല എന്താണെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു എന്ന് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒക്കെ എടുക്കുന്നവർ ഈ ഒരു സമയത്ത് ഇനി അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പം പ്രീമിയം നല്ല ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള അടുത്തൊരു ഓപ്ഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിന് പകരം ഒരു സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഒരു ഷോർട്ട് പൊസിഷൻസ് ഒക്കെ എടുത്ത്, കുറഞ്ഞ പൊസിഷൻസ് ഒക്കെ എടുത്ത് ഒരു ചെറിയ ട്രേഡ് നടത്തുന്നതായിരിക്കും ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർഗൻ സ്റ്റാൻലി അതേപോലെ തന്നെ ഗോൾഡ്മാൻ സാഷ് ഇതൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിസഷൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ കൊറോണ എന്ന് പറയുന്നത് ഒരു കാരണം മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആകാൻ. ഇതൊക്കെ മൊത്തം ഒരു റിസഷൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള ഒരു ചാൻസസ് ഒക്കെ ഉണ്ടെന്ന് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും കുറച്ചും കൂടി താഴേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാ ഇൻഡീസസും, ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം തന്നെ ഡൗണിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും അത് ഉയർന്നിരിക്കുകയാണ് ഇപ്പോഴും. പിന്നെ ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, KC ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് പിന്നെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അവർ ഇപ്പോൾ തന്നെ കുറേ ഓർഡറുകൾ പിന്നെയും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ കമ്പനികളൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഒരു സമയത്ത് ഇങ്ങനെ കുറേ ഓർഡറുകളൊക്കെ കിട്ടുന്ന കമ്പനികൾ നല്ലൊരു മാർക്കറ്റ് പിന്നെ ഒരു റിവേഴ്സിൽ വരുമ്പോൾ, മാർക്കറ്റ് പിന്നെ ഒന്ന് തിരിച്ചു വരുന്ന സമയത്ത് നല്ലൊരു റിട്ടേൺസ് തരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കമ്പനികളൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ മാർക്കറ്റിന് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ഏപ്രിൽ 1 മുതലുള്ള പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ RBIയിൽ നിന്നും ഒരു 175 പോയിൻറ്റ്സിൻ്റെ ഒരു റേറ്റ് കട്ട് ഫിഞ്ച് സൊല്യൂഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് RBIയുടെ അടുത്ത അപ്ഡേറ്റുകളിൽ കാണാം. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് താഴേക്ക് പിടിച്ചുകൊണ്ട് പോകാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, S&P ഗ്ലോബൽ റേറ്റിംഗ്സ് അവർ ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ 5.2% കുറച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു മൂഡീസ് 5.3% കുറച്ചിരുന്നു. പക്ഷേ ഇന്ന് S&P ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു 5.2% ആക്കിയിട്ട് അത് പിന്നെയും കുറച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബജാജ് ഫിനാൻസിൻ്റെ അവരുടെ ഷെയർ പ്രൈസ് ഇന്ന് 10% ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ഫണ്ടമെൻറ്റൽസ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ, ITC ഇപ്പോൾ ഒരു നല്ലൊരു ലോ പോയിൻറ്റിൽ എത്തി നിൽക്കുകയാണ്. ITCൻ്റെ ഷെയർ പ്രൈസ്. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു അവരുടെ ആ ഒരു സ്റ്റോക്കിൽ അക്യുമുലേഷൻ സ്റ്റാർട്ടായതിൻ്റെ ഒരു ലക്ഷണമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റി അതുപോലെ തന്നെ Nifty 50 ഒരു 10 ആദ്യത്തെ ഒരു ടോപ്പ് 10 സ്റ്റോക്കുകളൊക്കെ ഇന്ന് ഈ ഒരു സമയത്ത് നമ്മൾ വാച്ച് ചെയ്യുക. നമ്മുടെ ആ ഒരു സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് അതിൽ ഏറ്റവും നല്ല സ്റ്റോക്കുകളായിട്ട് കാണുന്ന ഒരു 4-5 സ്റ്റോക്കുകൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് എടുത്തു വെക്കുക. പിന്നെ നമുക്കൊരു മാർക്കറ്റിൽ നല്ലൊരു ട്രെൻഡ് വരുമ്പം, അതേപോലെ തന്നെ Nifty 50 മാത്രമല്ല 52 വീക്കിൽ ലോ ആയിട്ടുള്ള കമ്പനികൾ, അതിൽ Nifty 50-ക്കുള്ളിൽ തന്നെ 52 വീക്കിൽ ലോ ആയിട്ടുള്ള കമ്പനികളും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അതിൽ നിന്നും അനാലിസിസ് നടത്തി കുറച്ച് നല്ല സ്റ്റോക്കുകൾ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ നിഫ്റ്റി 50-യിലുള്ള സ്റ്റോക്കുകളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പ്, ഇങ്ങനത്തെ ഒരു വലിയ വലിയ ബ്രാൻഡുകളുടെ ചില കമ്പനികൾ അവരുടെ ചില സബ്സിഡറികൾ സ്മോൾ ക്യാപ്പിലുണ്ടാവും. അപ്പോൾ ആ കമ്പനികളെ നമുക്ക് ഈ ഒരു അനാലിസിസിന് വേണ്ടി ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 5 സ്റ്റോക്കുകളിൽ നിന്നും നമുക്കിങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് കുറച്ച് സ്റ്റോക്കുകളെ നമ്മുടെ അനാലിസിസിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഉപയോഗിക്കാം. അതിൽ നിന്നും കണ്ടെത്തുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ നമ്മൾ പിക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും ഏകദേശം നല്ല ഡൗൺ ടച്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 255ഓളം സ്റ്റോക്കുകൾ ലോ പോയിൻറ്റ് ടച്ച് ചെയ്ത് നിൽക്കുകയാണ് 52 വീക്ക് ലോയിൽ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നല്ല നല്ല സ്റ്റോക്കുകൾ, അതായത് നല്ല വാല്യൂ ലെവലിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വേറൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലികോം സെക്ടറിന് വേണ്ടി ടെലികോം സെക്ടറിൻ്റെ അടിയായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് അവരുടെ ആ ഒരു ഡിസിഷൻ, അതായത് അവരുടെ പേയ്മെൻറ്റ് ഡ്യൂവിനെ പറ്റിയുള്ള ഡിസിഷൻ പിന്നെ അതിനകത്തൊരു ഒബ്ജക്ഷൻ സ്വീകരിക്കുന്നതല്ല എന്ന് അവർ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നോക്കുവാണെങ്കിൽ ഐഡിയ വോഡാഫോണൊക്കെ പിന്നെയും ഡൗണിലേക്ക് പോയിരുന്നു. അത് ആ ഒരു ടെലികോം സെക്ടറിന് മൊത്തത്തിലൊരു അടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോ കെയർ ടെക് ലാബ്, അതുപോലെ തന്നെ ഡോക്ടർ ലാബ്, പാത്ത് ലാബ്സ്, ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ ടെസ്റ്റ് പ്രൈവറ്റ് ലാബുകളിൽ നടത്താം എന്ന് ഗവൺമെൻറ് ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിരുന്നു. അതേ തുടർന്ന് ഈ 2 കമ്പനികളുടെ ഷെയർ പ്രൈസ് 9% ഉയർന്നിരുന്നു. അതുകൊണ്ട് ഈ ഒരു കമ്പനികൾ വാച്ച് ചെയ്യുക. ചിലപ്പോൾ ഒരു ട്രേഡ് ഓപ്ഷനൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡോസിന്ദ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റൂമേഴ്സൊക്കെ നടന്നിരുന്നു. അതായത് യെസ് ബാങ്കിൻ്റെ പുറകെ ഈ ഒരു ബാങ്കും ഡൗണിലേക്ക് പോവുകയാണ്. RBI യെസ് ബാങ്കിന് സംഭവിച്ചതുപോലെ തന്നെ ഈ ബാങ്കിലും സംഭവിക്കുന്നു എന്നൊക്കെയുള്ളൊരു അപ്ഡേറ്റ്സൊക്കെ റൂമറായിട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ആ ബാങ്ക് അവരുടെ വിശദീകരണം കൊടുത്തിരുന്നു. ഇങ്ങനൊരു സംഭവം ഇല്ല, ഞങ്ങളുടെ ഫണ്ടമെൻ്റൽസൊക്കെ സ്ട്രോങ് ആണ്, ഇത് വെറും റൂമേഴ്സ് മാത്രമാണെന്നുള്ളൊരു അപ്ഡേറ്റ്സ് ഇൻഡോസിന്ദ് ബാങ്കിൽ നിന്നും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഹീന്ദ്ര നോക്കുവാണെങ്കിൽ അവർക്ക് അൾജീരിയയിലുള്ള ഒരു ഫേമിൽ 5% അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ L&T 2020-ലുള്ള ഇൻ്റരിം ഡിവിഡൻ്റായിട്ട് 10 രൂപ പെർ ഷെയർ ഇൻ്റരിം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ RBL ബാങ്കിന് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ അതിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 3% അവർ വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇത് RBLനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസാണ്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം RBI കൊടുത്ത മൊറട്ടോറിയം ഇന്ന് ഈവനിങ്ങോടുകൂടി പിൻവലിക്കും. പിന്നെ അതിനുശേഷം യെസ് ബാങ്ക് നോർമലായിട്ട് പ്രവർത്തിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ICICI യെസ് ബാങ്കിൽ 7.97% സ്റ്റേക്ക്, അതായത് ഏകദേശം 1000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരെടുത്തിട്ടുണ്ട്. പിന്നെ അതിനെപ്പറ്റിയുള്ളൊരു വേറൊരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SBIൻ്റെ ചെയർമാൻ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്തത് ഏകദേശം 48% ഇൻവെസ്റ്റ്മെൻറ്റ്, 48% സ്റ്റേക്ക് അത് 3 വർഷത്തേക്ക് വിത്ഡ്രോ ചെയ്യത്തില്ല, അതിൽ നിന്ന് ഒരു സ്റ്റോക്ക് പോലും വിത്ഡ്രോ ചെയ്യത്തില്ല, സെല്ല് ചെയ്യത്തില്ല എന്നൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ എങ്കിലും അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ വളരെ വീക്കായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് യെസ് ബാങ്കിലേക്ക് എടുക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. നമുക്ക് കിട്ടുന്ന ആ ഒരു ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നും മാക്സിമം ലാഭം എടുത്ത് പുറത്തു വരുന്നതാണ് യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് ടെലഗ്രാം ചാനലിലൂടെ ലഭിക്കുന്നതാണ്. ഇനിയും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ഈ ചാനലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.